ആ വികാര പ്രകടനം ഭയന്നിട്ട് അവിടെ ചെല്ലാതിരിക്കാൻ തോന്നുകയാണെങ്കിൽ ആ നിമിഷം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണം, അല്ലേ? ജനങ്ങളോട് നമ്മൾ ഭയപ്പെട്ട് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ജനങ്ങളുടെ പ്രതിനിധിയായി ഇരിക്കുന്നതിൽ അർത്ഥമില്ല. ജനങ്ങളായിട്ട് ഏത് ക്രൈസിസ് സിറ്റുവേഷൻ ആയാലും നിങ്ങളെ ജയിപ്പിച്ചു വിട്ടാൽ ഭരണഘടന അടക്കമുള്ളവയെ കാക്കുന്ന രീതിയിലുള്ള ഒരു സർക്കാർ ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ്? ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ സെക്യുലർ ഫാബ്രിക് നിലനിർത്താൻ വേണ്ടി ഈ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ്. കഴിഞ്ഞ 60 വർഷമായിട്ട് കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു മറുപടിയുള്ളൂ. ഇറ്റ് വാസ് എൻ ഇൻക്ലൂസീവ് ഇന്ത്യ. പക്ഷേ വാസ്തവത്തിൽ ഇൻക്ലൂസീവ് ഇന്ത്യ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് BJP ആണ്. ഇൻക്ലൂസീവ് ആവുക എന്നതിൻ്റെ അർത്ഥം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആളുകളെ ഇൻക്ലൂഡ് ചെയ്യുക എന്ന അർത്ഥത്തിലേക്ക് വരുന്നു. ഈ പോയ ആളുകൾക്ക് ഞാൻ പോയതിനെ കൊച്ചാക്കി കാണിക്കുകയോ ഞങ്ങളുടെ വീഴ്ചകളെ മറച്ചു വയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർ പോട്ടെ, അവരുടെ വീട്ടിലൊന്നും ഇന്നോവ കാറൊന്നും ചെല്ലത്തില്ല. കേന്ദ്രം നൽകുന്ന വികസനത്തെ MP-യുടെ വികസനമായിട്ടോ സംസ്ഥാനത്തിൻ്റെ വികസനമായിട്ടോ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഇത് മോദി സർക്കാർ തന്നെ ഔദാര്യവും BJPക്കാർ തന്നെ ഔദാര്യമൊന്നുമല്ല. ഇത് ടാക്സ് പേയേഴ്സിൻ്റെ മണിയിൽ ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് കിട്ടാൻ അവകാശമുള്ളതാണ്. നമസ്കാരം. ട്രൂ കോളറിൽ ഇന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശ്രീ ഹൈബി ഈഡനാണ് നമ്മോടൊപ്പം ഉള്ളത്. ഹൈബി ഈഡൻ്റെ ഏറ്റവും രസകരമായി തോന്നിയ ഒരു സന്ദർഭം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കഴിഞ്ഞ ദിവസം ഞാൻ നടന്നു പോകുമ്പോൾ താങ്കളുടെ ഇലക്ഷൻ്റെ പ്രചാരണ ഫോട്ടോ കാണുകയുണ്ടായി. ആ ഫോട്ടോ കണ്ടാൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഫോട്ടോ ആണെന്ന് തോന്നുന്നില്ല, മറിച്ച് ഒരു സിനിമാ പോസ്റ്ററാണെന്നേ തോന്നുകയുള്ളൂ. അതായത് താങ്കളുടെ മുഖത്തിൻ്റെ മുഴുവൻ മുഖഭാഗവും കാണിക്കാതെ മുക്കാൽ ഭാഗം കാണിച്ചിരിക്കുന്നു, ബാക്കി ഭാഗം കാണിച്ചിട്ടില്ല. പേര് ഹൈബി ഈഡൻ എന്ന് നേരെ എഴുതുന്നതിന് പകരം കുത്തനെ എഴുതിയിരിക്കുന്നു. സാധാരണഗതിയിൽ പരമ്പരാഗത രീതിക്കാരനാണെങ്കിൽ ആ പോസ്റ്റർ കാണുമ്പോൾ പറയും, എൻ്റെ മുഖം എന്തുകൊണ്ട് പൂർണ്ണമായിട്ടും കാണിച്ചില്ല, നേരെ എഴുതിയാലേ ആളുകൾ വായിക്കൂ എന്നുള്ള പരമ്പരാഗത സങ്കല്പങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി എല്ലാവരും യുവാക്കളായി മാറിയ കാലത്തെ ഒരു പോസ്റ്ററിലൂടെ പ്രതിനിധാനം ചെയ്യാനുള്ള യൗവനം ഇപ്പോഴും ഉള്ളതുകൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത്? യൗവനമൊക്കെ ഇപ്പോൾ കഴിഞ്ഞു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലുള്ളൊരു സവിശേഷത, കഴിഞ്ഞ തവണത്തെ വ്യത്യസ്തമായൊരു പോസ്റ്ററിലൂടെയാണ് ഞങ്ങൾ വോട്ടർമാരെ സമീപിച്ചത്. അതൊരു വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പോസ്റ്ററായിരുന്നു. അത് കൈ ഇങ്ങനെ വെച്ചതിരിക്കുന്ന ഒരു പോസ്റ്ററായിരുന്നു. ആ പോസ്റ്ററിന് ഒരുപാട് വിമർശനങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ അകത്തുനിന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായിരുന്നു വിമർശനങ്ങൾ? ഇപ്പോൾ പലരും മറന്നിട്ടുണ്ടാവും. പരമ്പരാഗതമായ ഒരു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലി അഡോപ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതികരണം, അത് കുറച്ചൊരു മുതിർന്ന ആളുകളുടെ ഇടയിലൊന്നും വലിയ സ്വീകാര്യത അതിന് കിട്ടിയില്ല. പക്ഷെ അവർ തന്നെ അത് തിരിച്ചറിഞ്ഞു. രണ്ടാമത്തെ പോസ്റ്റർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള കുറേ ആളുകൾ വന്നിട്ട് ആ പോസ്റ്റർ തന്നെ വേണം എന്ന് പറഞ്ഞു. ഇതിനൊരു ഗെറ്റപ്പ് കിട്ടുന്നില്ല, ഇതിനൊരു കാഴ്ച കിട്ടുന്നില്ല, ഇതിന് വേണ്ടത്ര അറ്റൻഷൻ കിട്ടുന്നില്ല. ഒരു പോസ്റ്ററിലൂടെ നമ്മൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് കാൻഡിഡേറ്റിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിനെ ഏറ്റവും നന്നായി അവതരിപ്പിക്കാൻ കഴിയുന്നത് കൂടുതൽ ആ മുഖം ജനങ്ങളുടെ മനസ്സിലേക്ക് തെളിയണം, പേര് ജനങ്ങളുടെ മനസ്സിൽ പതിയണം. അതാണ് ഉദ്ദേശം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്റ്റൈലിഷായി കുറച്ചും കൂടി ചില കളർ പാറ്റേൺസിലും ചില ധരിക്കുന്ന വസ്ത്രത്തിലും വെള്ളയിൽ നിന്ന് മാറി എല്ലാം മാറുമ്പോൾ അങ്ങനെ ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് വളരെ ട്രെൻഡിങ് ആയി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അതേ പാറ്റേണിൽ ഒത്തിരി പാർട്ടികളിലെ സ്ഥാനാർത്ഥികളെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് വിജയിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ ഒരു പോസ്റ്റർ എന്നതിനേക്കാൾ കുറച്ച് ശ്രദ്ധ കിട്ടുന്ന തരത്തിൽ കുറച്ച് ട്രെൻഡിങ് ആയി. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ ആളുകൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ്. ഹൃദയത്തിൽ ഹൈബി ആയിരിക്കണം എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം. വോട്ടർമാരുടെ ഹൃദയത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ആ പ്രയാസം മാറ്റാനായിട്ട് ഏറ്റവും പെട്ടെന്ന് ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ കാലം കൊണ്ട് എന്തൊക്കെ ചെയ്തു? എനിക്കൊരു സംതൃപ്തി കിട്ടുന്നത് ഞാൻ എൻ്റെ തണലിലൊരു വീട് വെച്ച് കൊടുക്കുമ്പോഴാണ്. ആൾക്കൊരു ഹൃദയ ശസ്ത്രക്രിയ വേണമെങ്കിൽ കഴിവില്ലാത്ത ഒരാൾക്ക് അത് ചെയ്തു കൊടുത്താൽ അയാളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. അങ്ങനെയാണ് സൗഖ്യം സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ റീച്ച് ഔട്ട് പ്രോഗ്രാംസ് ഉണ്ട്. തണൽ ഭവന പദ്ധതിയിൽ 115 വീടുകളാണിപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. 105 കൈമാറി. 2018 പ്രളയത്തിന് ശേഷം ഞാൻ MLA ആയിരിക്കുമ്പോൾ ചേരാനെല്ലൂർ ആരംഭിച്ച പദ്ധതിയാണ്. അതിനുശേഷം പിന്നീട് ഒരുപാട് ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ്സ് സൗഖ്യത്തിൽ ഞങ്ങൾ ചെയ്തു. സൗഖ്യം സൂപ്പർ സ്പെഷ്യാലിറ്റി ക്യാമ്പിന് ശേഷം അതിപ്പോൾ പാർലമെൻറ്റിൻ്റെ മുഴുവൻ മേഖലകളിലേക്ക് മാറി. ഹൃദയത്തിൽ ഹൈബി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റായിട്ട്
100 പേർക്ക് സൗജന്യ ആൻജിയോപ്ലാസ്റ്റി കാരുണ്യ ഹൃദയാലയം ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ചെയ്തു കൊടുത്തു. ഇതെല്ലാം CSR ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പദ്ധതികളാണ്. ഒരാളെന്നുള്ള രീതിയിലൊരു നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു സംതൃപ്തി കിട്ടുന്നു എന്ന് പറയുന്നത്, ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാൻ പറ്റുന്നത് എനിക്കതാണ്. അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സാധാരണക്കാരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ ഇതിലെ ഒരു ഘടകം. ഈ നിമിഷം തൊട്ടു മുമ്പ് ഒന്ന് സ്ക്രോൾ ബാക്ക് ചെയ്ത് ഹൈബി ഈഡൻ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന പലതിൽ ഒന്ന് മാസങ്ങൾക്ക് മുമ്പ് പെയ്ത മഴയിൽ താങ്കളുടെ വീട്ടിലും വെള്ളം കയറിയെന്ന് ഭാര്യ അറിയിക്കുന്നതായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ, ചെല്ലാനം ഭാഗം അടക്കമുള്ള ഇടങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ വികസനത്തിൻ്റെ വലിയ ചരിത്രം അവരുടെ മുമ്പിലുണ്ട്. അതേസമയത്ത് അവരുടെ ജനകീയ പ്രശ്നങ്ങൾ അവർ പറയുന്ന രീതി എന്താണ്, അവരുടെ ഹൃദയവികാരങ്ങൾ എന്താണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെല്ലാനത്ത് അതിരൂക്ഷമായ കടലുകയറ്റം ഉണ്ടായി. അന്നൊരു വലിയ ക്യാമ്പിൽ 100 കണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു ചെല്ലാനം തെക്കേ അറ്റത്ത്. അന്ന് ഉമ്മൻചാണ്ടി, ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്നുള്ളതാണ്, അദ്ദേഹം അവിടെ സന്ദർശിച്ചു. അദ്ദേഹത്തോട് ഒപ്പമുണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു ജനപ്രതിനിധി അവിടെ കയറ്റാൻ ജനങ്ങൾ തയ്യാറായില്ല. കുറേ ഇടപെടലുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ആ ക്യാമ്പിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. അന്ന് ഞാൻ എറണാകുളം MLA ആണ്, ഞാൻ MP അല്ല, എനിക്ക് ചെല്ലാനായിട്ടൊരു ബന്ധമില്ല. അന്ന് ഉമ്മൻചാണ്ടി എന്നോട് തിരിച്ച് യാത്ര ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം, ഹൈബി, ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഏറ്റവും ആദ്യം എത്തിച്ചെല്ലാൻ ശ്രമിക്കും. ഏറ്റവും ആദ്യം, ചിലപ്പോൾ കുറച്ച് വൈകിട്ടായിരിക്കും എത്തണം, പക്ഷേ ഏറ്റവും അടുത്ത ദിവസം നമ്മളവിടെ എത്തണം. അത് എത്തിയില്ല എങ്കിൽ പിന്നീട് നമ്മൾക്കത് പല കാര്യങ്ങളാൽ നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റാതാവും. പിന്നെ ഒരിക്കലും നമ്മൾക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു മകനോടുള്ള വാത്സല്യം പോലെ പറഞ്ഞു തന്നൊരു കാര്യം എന്നും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് പല മാതൃകകളും സ്വീകരിക്കാം. ഒരു ജനപ്രതിനിധിക്ക് എല്ലാ വിഷയങ്ങളിലും അന്തിമമായൊരു തീരുമാനമെടുത്ത് അതിൽ പരിഹാരം സൃഷ്ടിക്കാൻ സാധിക്കില്ല. പക്ഷെ അവരോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ, അവരുടെ പ്രയാസമുള്ള സമയത്ത്, അവർ വേദന അനുഭവിക്കുന്ന സമയത്ത് അവരോടൊപ്പം ഉണ്ടാകാൻ സാധിച്ചാൽ അവരുടെ രോക്ഷം പ്രകടിപ്പിക്കും നമ്മളോട്. അവർ പല തലങ്ങളിൽ നമ്മളോട് ചിലപ്പോൾ അവരുടെ റെസ്പോൺസും റിയാക്ഷനും പ്രകടിപ്പിക്കും. ഞാനും കളക്ടറും പോയ സമയത്ത് പല അവസരങ്ങളിൽ, ഞാൻ ഇവിടെ PNT കോളനിയിൽ എല്ലാ വർഷവും വെള്ളം കയറുമ്പോൾ ഞങ്ങൾ ചെന്നിട്ടൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, പട്ടയമില്ലാത്ത ഭൂമിയാണ്, അവർക്കുള്ള പദ്ധതികളൊന്നും ആയിട്ടില്ല. പക്ഷേ ആ ഓടയിൽ നിന്ന്, ആ പേരൻ്റൂർ തേവര കനാലിൽ നിന്നുള്ള ഏറ്റവും അഴുക്കേറിയ വെള്ളം അവരുടെ വീടിൻ്റെ അകത്ത് പോകുമ്പോൾ ഞങ്ങൾ അതിൽ കൂടി നടക്കും, അവർക്ക് ഉള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കും, അവർക്ക് വെള്ളം പോകുന്നത് വരെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അതൊരു ചേർത്ത് പിടിക്കലാണ്. രാഷ്ട്രീയമല്ലാതെ വേറെ കുറേ മാനങ്ങളുണ്ടല്ലോ, ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വികാരപ്രകടനങ്ങൾക്ക് ചിലപ്പോൾ നമ്മളെ നന്നായി ശകാരിക്കുന്ന അമ്മമാരുണ്ടാവും, പൊട്ടിത്തെറിക്കുന്ന ജനങ്ങളുണ്ടാവും. അവർ കാരണം എല്ലാ ദിവസവും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അവർ നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ആ വികാരപ്രകടനം കഴിഞ്ഞാൽ പിന്നെ അവർ കഴിഞ്ഞു. ആ പ്രകടനം ഭയന്നിട്ട് അവിടെ ചെല്ലാതിരിക്കാൻ തോന്നുകയാണെങ്കിൽ ആ നിമിഷം നമ്മളെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണം, അല്ലേ? ജനങ്ങളോട് നമ്മൾ ഭയപ്പെട്ട് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ജനങ്ങളുടെ പ്രതിനിധിയായി ഇരിക്കുന്നതിൽ അർത്ഥമില്ല. ജനങ്ങളായിട്ട് ഏത് ക്രൈസിസ് സിറ്റുവേഷൻ ആയാലും, ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഡയറക്റ്റ്ലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവില്ല. ഒരു MP ഒരുപാട് പരിമിതികളുണ്ട്. ഒരു MLA പ്രവർത്തിക്കുന്നത് പോലെ പോലും ചിലപ്പോൾ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരാളായി, ഒരുപക്ഷെ പവർലെസ്സായി പോകുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത്, നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, നമ്മളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് സാന്ത്വനം പകരാനും നമ്മൾ അവരുടെ പ്രതിനിധിയല്ലേ. അപ്പോൾ അവർ പറയുന്നത് കേൾക്കാൻ നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല, പക്ഷേ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ് രാത്രി ഏറെ വൈകിയ ഈ നിമിഷമാണ് താങ്കൾ വീട്ടിലെത്തിയിരിക്കുന്നത്. താങ്കളെ കാത്തിരിക്കുന്ന സമയത്ത് തൊട്ടുപിറകിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഭരണഘടനയുടെ ആ പുസ്തകം ഞാൻ കാണുകയുണ്ടായി. ഭരണഘടനയ്ക്കൊപ്പമായിരിക്കുക അധികാരത്തിൽ വരുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയും അതിലെ പ്രതിനിധികളും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളുണ്ടാകും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്
നിങ്ങളെ ജയിപ്പിച്ചു വിട്ടാൽ ഭരണഘടന അടക്കമുള്ളവയെ കാക്കുന്ന രീതിയിലുള്ള ഒരു സർക്കാർ ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ് എന്നൊക്കെ ആരെങ്കിലും ചോദിക്കുകയുണ്ടായിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ക്യാമ്പയിനുമായിട്ട് പോയി. അവരെല്ലാവരും ആശങ്കാകുലരാണ്. ആശങ്ക ഈ രാജ്യം, ഇന്ത്യ എന്ന ആശയം തകർന്നു പോകുമെന്ന ആശങ്കയാണ്. അതുകൊണ്ട് തന്നെ അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്ന് എല്ലാം പറയുന്ന ആളുകളാണ്. പക്ഷെ അവിടെയും അവർക്ക് പല ആളുകൾക്കും പല കൺസേണുണ്ട്. അപ്പോൾ കഴിഞ്ഞ 60 വർഷമായിട്ട് കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു മറുപടിയുള്ളൂ. ഇറ്റ് വാസ് എൻ ഇൻക്ലൂസീവ് ഇന്ത്യ. എൻ്റെയും നിങ്ങളുടെയും ഏത് വസ്ത്രം ധരിക്കുകയും ഏത് മതത്തിൽ വിശ്വസിക്കുകയും ഏത് ജാതിയിലും ഉപജാതിയിലും ജീവിക്കുകയും ഏത് സംസ്കാരം പുലർത്തുകയും എല്ലാം ചെയ്യുന്ന എല്ലാവരുടെയും ഇന്ത്യയാണ് ഇന്ത്യ. മതത്തിൻ്റെ പേരിൽ പൗരത്വം വിഭജിച്ച് കൊടുക്കുന്ന, മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കുന്ന, ധരിക്കുന്ന വസ്ത്രം ത്തിൻ്റെ പേരിൽ വിമർശനം ലഭിക്കുന്ന ഒരു രാജ്യത്ത് 60 വർഷം കോൺഗ്രസ് ഭരിച്ചപ്പോൾ അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇറ്റ് വാസ് എൻ ഇൻക്ലൂസീവ് ഇന്ത്യ. ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ സെക്യുലർ ഫാബ്രിക് നിലനിർത്താൻ വേണ്ടി ഈ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര മുഖം ഉയർത്തിപ്പിടിക്കാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങളുടെ ചിഹ്നത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല നടത്തുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റാറ്റസ് പോകാൻ വേണ്ടിയിട്ട് വോട്ട് ചോദിച്ച് ചെല്ലുന്ന ആളുകളല്ല. ഞങ്ങൾ ആ ആശയം, അതിനെതിരെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി 4000 കിലോമീറ്റർ ഈ രാജ്യത്തിലുടനീളം കാൽനടയായി യാത്ര ചെയ്ത രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിന് വേണ്ടി, വിഭജിക്കാനല്ല സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ. അത് ചിലപ്പോൾ താൽക്കാലികമായി പരാജയപ്പെട്ടിരിക്കാം, അത് കുഴപ്പമില്ല. ഇൻക്ലൂസീവ് ഇന്ത്യ, എന്തിനേയും സ്വീകരിക്കുന്ന ഒരു ഇന്ത്യയുടെ ചരിത്രം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട് എന്ന് പറയുന്നു. പക്ഷേ വാസ്തവത്തിൽ ഇൻക്ലൂസീവ് ഇന്ത്യ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് BJP ആണ്. ഇൻക്ലൂസീവ് ആവുക എന്നതിൻ്റെ അർത്ഥം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആളുകളെ ഇൻക്ലൂഡ് ചെയ്യുക എന്ന അർത്ഥത്തിലേക്ക് വരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് പത്മജ വേണുഗോപാലും അനിൽ ആൻ്റണിയും വന്ന് നിൽക്കുകയും ചെയ്യുന്നു. അത്തരം പ്രശ്നങ്ങളെ ഏറ്റവും വലിയ ഒരു കൂടുമാറ്റത്തിൻ്റെ ഭയാനകമായ അവസ്ഥ എന്നുള്ള നിലയ്ക്കാണ് സമസ്ത പോലെയുള്ളവരുടെ മുഖപത്രങ്ങൾ പേടിയോടുകൂടി വിശദീകരിച്ചിട്ടുള്ളത്. അതിനെ എങ്ങനെ കാണുന്നു ഈ ഒരു സന്ദർഭത്തിൽ? ഈ പോയ ആളുകൾക്ക് ഞാൻ പോയതിനെ കൊച്ചാക്കി കാണിക്കുകയോ ഞങ്ങളുടെ വീഴ്ചകളെ മറച്ചു വയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അടിസ്ഥാനപരമായ യാതൊരു കാര്യങ്ങളുമില്ലാതെയാണ് ഈ പറഞ്ഞ പേരുകളെല്ലാം എതിർ പാളയത്തിലേക്ക് ചേക്കേറിയത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, പാർട്ടിയിൽ നിന്ന് അവർക്ക് ലഭിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ പാർട്ടിയിലുള്ള സർവീസിനനുസരിച്ച് പാർട്ടി നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മൂന്നാമത്തെ ഒരു കാര്യം, അവർ വളർന്നു വന്ന സാഹചര്യം, ജീവിച്ച സാഹചര്യം, അവർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഐഡൻറ്റിറ്റി, ഇതെല്ലാം ഇല്ലാതാക്കി അവരൊരു ദിവസം ഒരു പാളയത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് അവിടെ സ്വീകാര്യത കിട്ടുമെങ്കിൽ, അവർ ആ ഐഡിയോളജിക്കൽ ഇൻക്ലിനേഷൻ്റെ പേരിലാണ് പോകുന്നതെങ്കിൽ, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ അവർ പോട്ടെ. അവരുടെ വീട്ടിലൊന്നും ഇന്നോവ കാറൊന്നും ചെല്ലത്തില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും. ഞങ്ങളെ വിട്ടുപോയാൽ അവർക്ക് ജീവന് ഭീഷണിയോ അവർക്ക് വേറൊരു തലത്തിലുമുള്ള ഭീഷണി ഉണ്ടാവില്ല. അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ അവർ തന്നെ അവരുടെ മനസാക്ഷിയെ വഞ്ചിച്ചും ചതിച്ചുകൊണ്ടുമാണ് പോകുന്നത്. അവരെല്ലാം കാലം അവർക്ക് മറുപടി കൊടുക്കും എന്നെനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. പത്മജയുടെയോ അനിൽ ആൻ്റണിയുടെയോ വീടുകളിലേക്ക് ഇന്നോവ കാർ പോയില്ല എന്ന് പറയുന്നത് ഒരു കവിത പോലെ അർത്ഥഗർഭമായ വാക്കാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യത്തിൻ്റെ ചരിത്രത്തെ, രാഷ്ട്രീയ കൊലപാതകത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ CPMനെ സംബന്ധിച്ച് CPMൻ്റെ ഭാഗത്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഈ രാഷ്ട്രീയ കൊലപാതക സംസ്കാരം അടക്കമുള്ളവയെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വളരെ ശക്തമായിട്ട് താങ്കൾ ഉന്നയിക്കുന്നുണ്ടോ ജനങ്ങളുടെ മുമ്പിൽ? സിദ്ധാർത്ഥ്, ഞാൻ ഒരുപാട് വിമർശനങ്ങൾ, നല്ല പച്ചത്തെറി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എനിക്ക് കിട്ടിയതാണ്.
SFIയെ കേരളത്തിൽ നിരോധിക്കണം എന്ന് പാർലമെൻറ്റിൽ പ്രസംഗിച്ച ഒരാളാണ്. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഒരു തീവ്രവാദ സംഘടനയെ പോലെ ക്യാമ്പസിലെ പെൺകുട്ടികൾ അടക്കം മർദ്ദിക്കുന്നു, എതിർ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു, രാഷ്ട്രീയത്തോടും രാഷ്ട്രീയക്കാരോടും പൊളിറ്റിക്സിനോടും ഒക്കെ പുച്ഛം തോന്നുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് SFI ശ്രമിച്ചിട്ടുള്ളത്. അവരെ നിരോധിക്കണം എന്നായിരുന്നു എൻ്റെ അഭിപ്രായം. നിങ്ങളിപ്പോൾ പറഞ്ഞതിൻ്റെ മറുപടി എന്ന് പറയുന്നത് സിദ്ധാർത്ഥ് ഒരു ക്ലാസിക് ലിപി നമ്മുടെ മുമ്പിലുള്ള ഒരു എക്സാമ്പിളാണ്. ജനങ്ങളിതൊന്നും മറക്കത്തില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് CAA പോലെ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച ഭരണഘടനയെ പോലും എതിർക്കുന്ന തരത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ വികാരമായി. സാധാരണ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയം കൊണ്ടും ക്ഷേമ പെൻഷനുകൾ തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരിനെതിരെ, ഈ രണ്ട് സർക്കാരിനെതിരെയും ഒരു വലിയ വികാരമായി തിരഞ്ഞെടുപ്പ് മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ വികാരമായി. ആ വലിയ വികാരത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ദേശീയ തലത്തിൽ ഉയർന്നു വരേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും അധികം ഉയർന്നു വരുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ നിന്ന് അതിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കോൺഗ്രസിൻ്റെ തലപ്പത്ത്, സംസ്ഥാന കോൺഗ്രസിൻ്റെ തലപ്പത്ത് അതിൻ്റെ നേതൃത്വ തലത്തിൽ തന്നെ പരസ്യമായിട്ട് വാർത്താ സമ്മേളനങ്ങളുടെ മുമ്പിൽ തന്നെ നേതാക്കൾ തമ്മിൽ അസ്വാരസ്യമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ഈ സിദ്ധാർത്ഥ പോലുള്ള പ്രശ്നങ്ങളുടെ മുമ്പിൽ താരതമ്യേന അപ്രസക്തമാണ് എന്നാണ് കരുതുന്നത്. മുഖ്യമന്ത്രിയുടെ മാസപ്പടി വിവാദമാണെങ്കിലും സിദ്ധാർത്ഥിൻ്റെ മരണമാണെങ്കിലും പലതും മൂടി വയ്ക്കാനുള്ള ഒരു അറ്റൻഷൻ ഗെയിൻ ചെയ്യാനുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞ മറ്റ് കാര്യങ്ങളല്ല. അതിലൊന്നും വലിയ സീരിയസ് ആയിട്ടുള്ള അവരെല്ലാം അതിന് മറുപടി പറഞ്ഞാൽ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എറണാകുളത്തെ സംബന്ധിച്ചിട്ട് ഹൈബി ഈഡൻ്റെ ഒരു പോസിറ്റീവ് എലമെൻസുകൾ എന്തൊക്കെയാണെന്നാണ് കരുതുന്നത്? പ്രത്യേകിച്ചും ഈ മണ്ഡലത്തിൻ്റെ ഒരു കോൺഗ്രസിനോടുള്ള ആഭിമുഖ്യം, സെബാസ്റ്റ്യൻ പോൾ മത്സരിച്ച സമയത്തൊഴികെ ലോക്സഭാ മണ്ഡലത്തിൽ തുടർച്ചയായിട്ട് കോൺഗ്രസിനുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ, പിതാവായ ജോർജ് ഈഡൻ്റെ അദൃശ്യമായ സാന്നിധ്യം, അതിൻ്റെ ശക്തി, ഈ പല പ്രേരക ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്നത് എന്താണ്? ഒരു ഈസി വോക്ക് ഓവർ എന്നുള്ള നിലയ്ക്ക് തന്നെയാണോ കാണുന്നത് രണ്ടാം വട്ടവും? ഞങ്ങൾ വളരെ സീരിയസായി വളരെ ചിട്ടയായ സംഘടനാ പ്രവർത്തനം നടത്തി ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ പരമാവധി എഫേർട്ട് ഇട്ടിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒരു രീതിയിലുമുള്ള വിട്ടുവീഴ്ചയില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, അതാണ് ആദ്യ പടി എന്ന് പറയുന്നത്. ഒരു വിട്ടുവീഴ്ചയുമില്ല. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള രീതിയിൽ 5 വർഷം പ്രവർത്തിച്ച ഒരു കാൻഡിഡേറ്റ് ആകുമ്പോൾ എന്നെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാകും. ഞാൻ 5 വർഷം എന്താണ് പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടുള്ളത്? ഞാൻ ദേശീയ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ? സംസ്ഥാന വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ? പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മുൻകാലങ്ങളിലും ഇവിടെ നിന്ന് ജനപ്രതിനിധികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റെക്കോർഡ്സ് പരിശോധിക്കാം. ഓൺലൈനിലെ എല്ലാ സ്പീച്ചസും കിട്ടും. മണ്ഡലത്തിൽ ചെയ്ത വികസന പദ്ധതികൾ, വികസന കാംക്ഷികളാണ് എറണാകുളത്തുകാർ. അവർ പഴയ പോലെ നിങ്ങൾ ചെന്ന് നിങ്ങൾ UDF ആണ്, കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാൽ മാത്രം വോട്ട് ലഭിക്കില്ല. ആൾക്ക് യു വിൽ ബി ഓഡിറ്റഡ്. അപ്പോൾ ആ പ്രോഗ്രസ് കാർഡിന് കൂടി ഞങ്ങൾ വോട്ട് ചോദിക്കും. ആ പോസിറ്റീവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ട് എറണാകുളത്തെ മാറ്റണമെന്ന് പാർലമെൻറ്റിൽ ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് ഏറ്റവും വലിയ, അതായത് രണ്ടാമതും മത്സരിക്കും, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊച്ചിക്കാരുടെ മുന്നിൽ വയ്ക്കാവുന്ന ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വാക്യമാവും എന്ന് മനസ്സിൽ കണ്ടുകൂടിയായിരുന്നു. ആക്ച്വലി മാധ്യമങ്ങൾ അതിന് വലിയ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുത്തതാണ്. ഇതേവരെ ആ ബില്ല് പാർലമെൻറ്റിൽ വന്നിട്ടില്ല. ആ ബില്ലിൻ്റെ അതിൻ്റെ ഒരു
ഇനീഷ്യൽ സ്റ്റേജസിൽ മാത്രമാണ്. അതൊരിക്കലും ചർച്ച ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു കാര്യം, ഒരിക്കലും പുറത്തു പോകാൻ പാടില്ലാത്തൊരു ഡോക്യുമെൻ്റ് പുറത്തു വന്നു എന്നുള്ളത് തന്നെ ഇത്രത്തോളം ദുരൂഹമാണ്. 65 മുതൽ 70% വരെ കേരളത്തിൻ്റെ പൊതുഖജനാവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ജില്ല, ഒരു നഗരം. ആ നഗരത്തിന് ഇനിയും അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. കുടിവെള്ളം 10,000 കോടി 20,000 കോടി കിഫ്ബി പദ്ധതി നിങ്ങൾ കേൾക്കുന്നതല്ലേ? ഒരു 190 MLD പ്ലാന്റിന് ഇതുവരെ പണം അനുവദിച്ചിട്ടില്ല. കിഫ്ബിന്ന് ഇത്രയും കോടികളൊന്നും വേണ്ടല്ലോ. 1000, 2000, 3000, 10,000 കോടി ഡോക്ടർ തോമസ് ഐസക്ക് കിഫ്ബി അവതരിപ്പിച്ചപ്പോൾ 10,000, 20,000 കോടി ഒന്നും വേണ്ട. ഒരു 300-400 കോടി രൂപ ഉണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കും. നിങ്ങൾ ഈ വാർത്ത അറിയുമ്പോൾ ശ്രദ്ധിച്ചോ, എനിക്കിന്നൊരു 5-6 കോൾ ലഭിച്ചു. ഞാൻ പോയ 5-6 സ്ഥലങ്ങളിൽ കുടിവെള്ളം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചി ഡിസേർവ്സ് മോർ. കൊച്ചി കൂടുതൽ അവർക്ക് വികസനം ആഗ്രഹമുള്ളവരും അവർക്ക് അർഹതയുള്ളവരുമാണ്. കൊച്ചിക്ക് ഇനിയും ആവശ്യങ്ങളുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമുണ്ട്, ജീവിത നിലവാരം ഉയർത്താനുള്ള പദ്ധതികൾ ഉണ്ടാവണം, കുടിവെള്ളം വേണം. അതിന് ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. ഒരു പ്രധാനപ്പെട്ട ആരോപണമായിട്ട് BJP മുന്നോട്ട് വയ്ക്കുന്നത്, NDA മുന്നോട്ട് വയ്ക്കുന്നത്, അതിന് വസ്തുതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് താങ്കൾ തന്നെയാണ് സൂചിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അവർ തന്നെയാണ് സൂചിപ്പിക്കേണ്ടത്. കൊച്ചിയുടെ വികസനത്തെ, കേന്ദ്രം നൽകുന്ന വികസനത്തെ MP-യുടെ വികസനമായിട്ടോ സംസ്ഥാനത്തിൻ്റെ വികസനമായിട്ടോ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഏത് വികസനമാണ്? അവർ അത് വസ്തുതാപരമായിട്ട് പറയുന്നില്ല, ഉപരിതലത്തിൽ നിന്നാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലേ, ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാമല്ലോ. ഇവിടെ BJPയുടെ ഒരു MP ആണ് ജയിച്ചിരുന്നത് എങ്കിൽ നിങ്ങൾക്ക് പറയാം BJP ആണ് എല്ലാ പ്രോജക്ട്സും കൊണ്ടുവന്നത്. ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഈ നഗരത്തിന് ലഭിക്കേണ്ട, ഈ മണ്ഡലത്തിന് ലഭിക്കേണ്ട വികസന പദ്ധതികളെക്കുറിച്ച് ഞാൻ പറയും. UPA ഗവൺമെൻറ് ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് കൊച്ചി മെട്രോ ആരംഭിച്ചത്. ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ, ശ്രീ AK ആൻ്റണി പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയ കൊച്ചി മെട്രോ റെയിലിൻ്റെ അതിൻ്റെ പ്ലാനിംഗ് ബോർഡിൻ്റെ ക്ലിയറൻസ്, അതിൻ്റെ പബ്ലിക് ഇൻവെസ്റ്റേഴ്സ് ബോർഡിൻ്റെ ക്ലിയറൻസ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലിയറൻസ്, സെൻട്രൽ ക്യാബിനറ്റിൻ്റെ ക്ലിയറൻസ്, ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ 2011 ശേഷം 2012 അവസാനമാണ് ഇത് ലഭ്യമാകുന്നത്. അതിലൊരു ക്ലാരിറ്റി കുറവുമില്ല. ഇത് മോദി സർക്കാർ തന്നെ ഔദാര്യവും BJPക്കാർ തന്നെ ഔദാര്യമൊന്നുമല്ല. ഇത് ടാക്സ് പേയേഴ്സിൻ്റെ മണിയിൽ ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് കിട്ടാൻ അവകാശമുള്ളതാണ്. ഈ MP ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഹൈബി ഈഡൻ്റെ ഒരു സ്ട്രാറ്റജിയും ടാറ്റിക്സും ഒരു ടൈം ടേബിൾ വർക്കും എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും എറണാകുളത്തിൻ്റെ MP ഫണ്ടിൽ നിന്ന് പോലും ഇടുക്കിക്ക് വേണ്ടി ചെലവഴിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു രീതി? അല്ല, നമ്മളുടെ ഇവിടെ ട്രൈബൽ പോപ്പുലേഷൻ കുറവാണ്. എനിക്ക് പറവൂരും വൈപ്പിനിലുമാണ് കുറച്ച് ട്രൈബൽ കോളനീസ് ഉള്ളത്, 2 ട്രൈബൽ കോളനീസ് ഉള്ളത്. അപ്പോൾ അവിടെ ചിലവഴിക്കാൻ പറ്റുന്ന ഫീസിബിലിറ്റി ഉള്ള പരമാവധി നമ്മൾ ചിലവഴിച്ചു. ഇന്ന് നിങ്ങൾ ചോദിക്കുന്ന ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ തന്നെ പൈസ ചിലവാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും ട്രൈബൽ പെൺകുട്ടികൾ പഠിക്കുന്ന, എറണാകുളത്തെ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊരു ട്രൈബൽ ഹോസ്റ്റലുണ്ട്. അതിൻ്റെ ഫീസിബിലിറ്റി എടുത്തിട്ട് അവിടെ നമ്മളൊരു ഡിജിറ്റൽ ലൈബ്രറി, മനോഹരമായ 2 ക്ലാസ് മുറികളിൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ പുസ്തകങ്ങളും റെഫറൻസ് ഗ്രന്ഥങ്ങളും റിസർച്ച് ഡോക്യുമെൻറ്റ്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന 2 പാനലിംഗ് ഒക്കെ ചെയ്ത 2 മനോഹരമായ പദ്ധതി ഹാളുകളിലായി കമ്പ്യൂട്ടറും LED സ്ക്രീനും നല്ല അവർക്കുള്ള ക്ലാസ് മുറിയും എല്ലാം ഒരുക്കി അത് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ട്രൈബൽ പോപ്പുലേഷൻ വീണ്ടും അധികം ഫീസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് മാമലക്കണ്ടം, കുട്ടമ്പുഴ, കോതമംഗലത്ത് നമ്മൾ സ്കൂൾ ബസ് കൊടുത്തു, അവിടെ ആംബുലൻസുകൾ കൊടുത്തു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിൻ്റെ ആവശ്യപ്രകാരവും നിർദ്ദേശാനുസരണവും അവിടെ കൊടുത്തത്. അങ്ങനെ മുൻപും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, 17 കോടിയാണ് ഒരു MP-ക്ക് ഈ 5 വർഷം കിട്ടിയത് കോവിഡ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം. എനിക്ക് പഴയ MP-യുടെ 4.88 കോടി രൂപ അൺസ്പെൻഡ് ആയിട്ടുള്ള പണവും കൂടി ഞാനിതിലേക്ക് ചിലവാക്കാൻ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെയും വർക്ക് വളരെ വേഗം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക.
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അതിൽ നിന്ന് ന്യൂനപക്ഷത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ മാത്രമാണ് വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട്. നേരത്തെ ഹൈബി പറയുകയുണ്ടായി, ഒരു മതേതര മതനിരപേക്ഷ ഫെഡറൽ രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന്. അതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു ന്യൂനപക്ഷ പ്രാതിനിധ്യം അടക്കമുള്ള കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ജയിക്കാവുന്ന സ്ഥാനാർത്ഥികളെ വയ്ക്കുകയാണ് ചെയ്തതെന്നാണോ അതിനെ മനസ്സിലാക്കേണ്ടത്? ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല, ക്രിസ്ത്യൻ ലാറ്റിൻ ന്യൂനപക്ഷമാണ്, ഈഴവ ഹിന്ദു ന്യൂനപക്ഷമാണ്. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റേതായ പ്രാതിനിധ്യം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്നൊരു മുസ്ലിമുണ്ട്, ഞങ്ങളുടെ ഘടകകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് 2 പേരുണ്ട്. അപ്പോൾ 20 സീറ്റിൽ 3 മുസ്ലിം പ്രാതിനിധ്യമുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണൽ ബാലൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല കമ്മ്യൂണൽ ബാലൻസ് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞങ്ങളുടെ നിലപാടാണ്. ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് വർഗീയതയ്ക്കെതിരെയും ഫാഷിസത്തിനെതിരെയും ഒട്ടും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഒരു സിറ്റിംഗ് MP-നെ മാറ്റി കെ മുരളീധരൻ തൃശ്ശൂർ മത്സരിച്ചപ്പോൾ തന്നെ സുരേഷ് ഗോപി എന്ന BJP സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഉണ്ടാക്കിയ എല്ലാ ഹൈപ്പും അവിടെ അവസാനിച്ചു. BJP 3-ാം സ്ഥാനത്ത് പോകാൻ പോവാം. ഞങ്ങളുടെ നിലപാടാണ് BJPക്കെതിരെയുള്ള ഞങ്ങളുടെ ശക്തമായ നിലപാടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞങ്ങളുടെ നിലപാട് എന്ന് പറയുമ്പോൾ ചിലർ തിരിച്ചു ചോദിച്ചേക്കും, ഞങ്ങളിൽ ചിലരുടെ നിലപാട്, മറ്റു ചിലരാണല്ലോ അതിൽ വെള്ളം ചേർത്തിട്ട് BJPയിലേക്ക് പോകുന്നത്, അങ്ങനെയുള്ളവരുടെ എണ്ണം ഇനിയുമുണ്ട് എന്ന് പറയുന്നതിന് ഒരു ഇടം നൽകില്ലേ? അത് സ്വാർത്ഥ താല്പര്യക്കാർ കോൺഗ്രസിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ചില ആളുകൾ പോവും. നമ്മൾക്കത് തടഞ്ഞു നിർത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇനി വീണ്ടും പശ്ചാത്തപിക്കാൻ ഇടവരുന്ന കാര്യങ്ങളായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊരു ജനാധിപത്യ പ്രക്രിയ വളരെ സുതാര്യമായി അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, അതിൽ കാലവും എല്ലാം നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇവരെല്ലാം അതിൽ പശ്ചാത്തപിച്ച് അവർ അൺകംഫർട്ടബിളായി അവർ ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സാമുദായിക സന്തുലനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ജെൻഡർ ബാലൻസ് കൂടി നോക്കുമ്പോൾ ഇപ്പോൾ വനിതാ പ്രാതിനിധ്യം അതിൻ്റെ കാര്യത്തിലും നമ്മൾക്കൊരു പെർഫെക്റ്റ് പാനൽ ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ കോൺഗ്രസിൻ്റെ UDFിൻ്റെ പാനൽ ഒരു ഡ്രീം ടീമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഡ്രീം ടീമെന്ന് നിങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ ഓപ്പൺ ചെയ്തിട്ട് ഷെയ്ൻ വോണിനെ ഓസ്ട്രേലിയൻ ടീമിൽ നിന്ന് എടുത്ത് അങ്ങനെ നോക്കുന്ന ഒരു ഏറ്റവും ഡ്രീം ടീമാണിത്. കാരണം ഞാൻ പറഞ്ഞുതരാം, ആലപ്പുഴയിൽ KC വേണുഗോപാൽ വന്നു, ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു ഞങ്ങളുടെ കാൻഡിഡേറ്റ്. 2 വനിത ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 2 വനിത ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ആ വനിതയിൽ നിന്ന് ഒരു വനിത കുറഞ്ഞത് ഷാനിമോൾ ഉസ്മാൻ മാറി, അവിടെ KC വേണുഗോപാൽ വന്നു, അവിടെ വിജയ സാധ്യതയായിരുന്നു. BJPക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വന്നപ്പോൾ കെ മുരളീധരൻ വന്നു. നിങ്ങൾ ചെറുപ്പക്കാരനെ നോക്കുക, ഇടതുപക്ഷത്തിൽ എത്ര ചെറുപ്പക്കാരുണ്ട്? വസീഫ് ഒരു ചെറുപ്പക്കാരനാണ്. സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ഫോട്ടോഷോപ്പും എല്ലാം ഉള്ള സമയത്ത് എല്ലാവരും ചെറുപ്പക്കാരാണ്. ഞാൻ ഡേറ്റ് ഓഫ് ബർത്താണ് പറയുന്നത്, 1983, 40 വയസ്സ്. ഈ ഏപ്രിൽ ആണ് പിറന്നാൾ. 41 വയസ്സാവും. ഷാഫി പറമ്പിൽ 1983, 41 വയസ്സാണ്. രമ്യ ഹരിദാസ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ആരാ? ഞങ്ങളുടെ കൂടെ എന്നാണ് രമ്യ ഹരിദാസ്, 35 വയസ്സായിട്ടുള്ളൂ, 35-36 വയസ്സ്. ഡീൻ കുര്യാക്കോസ് എത്ര വയസ്സാണ്? 43 വയസ്സ്. പരിചയസമ്പന്നതയുടെയും യൂത്ത്ഫുൾനെസ്സിൻ്റെയും ഒരു ബ്ലെൻഡാണ് ഞാൻ ഈ പറഞ്ഞ ഡ്രീം ടീം എന്ന് പറയുന്നത്. എന്തായാലും ജനങ്ങൾ യുക്തിബോധത്തോടു കൂടി, വിവേചന ബുദ്ധിയോടുകൂടി വോട്ട് ചെയ്യട്ടെ. താങ്കൾക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലാ വിജയാശംസകളും നേരുന്നു. കേരള വിഷൻ ന്യൂസിൻ്റെ ട്രൂ കോളിൽ സഹകരിച്ചതിന് വളരെ സന്തോഷം. താങ്ക് യു.